ഹായ്, ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൊരിച്ച ബീഫിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പൊരിച്ച ബീഫിൻ്റെ ബിരിയാണിയും നല്ല അടിപൊളി തൈര് കൊണ്ടുള്ള സലാഡും പിന്നെ നല്ല പച്ച തേങ്ങ കൊണ്ടുള്ള ചമ്മന്തിയും, നല്ല എരിവുള്ള ചമ്മന്തി. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കുറച്ച് എരിവ് അധികം ഇടുവേ. പിന്നെ ഒരു അച്ചാറും കൂടി എൻ്റെ പറയണ്ട, പോളി തന്നെ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. ഞാൻ കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫൊക്കെ എടുത്ത് കുക്കറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഞാൻ തന്നെ സ്വന്തം വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് ഇത്തിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ചിക്കനല്ല ബീഫ് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ വേവിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ബീഫ് ഓവറായിട്ട് വെന്ത് അടിഞ്ഞു പോകാൻ പാടില്ല. ബീഫ് പൊരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ചെതറിപ്പോവും. അതുകൊണ്ട് ഒത്ത വേവിൽ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ ബീഫ് വേവിച്ചെടുത്തത്. അപ്പം ബീഫൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 3 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മസാലകളായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയില്, കുറച്ച് മല്ലിയില, പുതിന ഇലയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. എനിക്ക് പുതിന ഇല കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അപ്പം ഇത്രയും സാധനങ്ങളാണ് മസാലക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചെടുത്ത് ആ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീഫൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. ആ ബീഫിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം പൊരിച്ച് വെച്ച ബീഫൊക്കെ ഞാൻ മാറ്റി വെച്ച് ആ ഓയിൽ തന്നെ കുറച്ചും കൂടി ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച ഉള്ളി നമുക്ക് അതിലിട്ട് വാട്ടിയെടുക്കാം. അതേപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, പിന്നെ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളിയൊക്കെ മെല്ലെ മെല്ലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതുക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എടുത്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി നല്ലോണം നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ വാടി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കിയാലോ. കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉള്ളി, ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മല്ലിയില, ഒരു ചെറുനാരങ്ങ, കുറച്ച് ക്യാരറ്റ്, അണ്ടി കിസ്മിസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ അതിൻ്റെ കൂടെ റോസ് വാട്ടറും പിന്നെ യെല്ലോ കളറില്ലേ അതുകൂടി എടുത്തിട്ടുണ്ടേ. അരി കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് ഉള്ളി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ അടുപ്പിലേക്ക് വെച്ച ബീഫിൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ബീഫും കൂടി അതിലിട്ട് കൊടുത്ത് ചെറിയ തീയിൽ കുറച്ച് ടൈം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടേ.
അപ്പോഴേക്കും നമ്മളെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടേ. അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ആ ഓയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ച അണ്ടി കിസ്മിസും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഞാൻ ആ ഓയിൽ തന്നെ നമ്മൾ അരി വേവിക്കാൻ വേണ്ടി വെള്ളമാണ് ഒഴിക്കുന്നത്. എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിന് നേരെ ഡബിൾ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ വെള്ളത്തിലേക്ക് തന്നെ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് തിളക്കാൻ വേണ്ടി വെക്കാം. വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൈമ റൈസ് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ആദ്യം തുടക്കത്തിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ കുറേശ്ശെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം ഇറക്കി വെച്ച് ഇനി നമുക്ക് ദമ്മിലേക്ക് ഇടാം. ദമ്മിലേക്ക് ഇടുമ്പോൾ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചെറുനാരങ്ങ, റോസ് വാട്ടർ കളറുണ്ടല്ലോ, അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് അതിലേക്ക് ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുത്ത് വെച്ച ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടി, കിസ്മിസ്, മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലെയറായിട്ട് പിന്നെ റൈസ് തന്നെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പിന്നെയും ചെയ്യാം. ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് നമുക്കൊന്ന് അടച്ച് ഗ്യാസിൽ വെക്കാം. നമ്മുടെ നല്ല പൊരിച്ച ബീഫിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.